ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ കണ്ണുനീരോട് കൂടി നിൽക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പലതുണ്ട്. നമ്മൾ അത് ചിന്തിക്കും, അത് എന്നെ സംബന്ധിക്കുന്നതല്ലോ, എന്റെ കുഴപ്പമല്ലല്ലോ, എന്നെ സംബന്ധിച്ച് നല്ലല്ലോ ചിന്തിച്ച് നിങ്ങൾ മാറിയിരിക്കരുത്. നിങ്ങൾ ഇടവകയിലുള്ള യുവതി യുവാക്കൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ളവർ, ആരോഗ്യമുള്ളവർ, നിങ്ങൾ അവിടെ കായികമായി ഇടപെടാനല്ല പറഞ്ഞത്, നിങ്ങളവിടെ ധൈര്യത്തോടെ തൻ്റെ സംസാരിക്കുക. അപ്പോൾ ഈ ഭീഷണിപ്പെടുത്താൻ വരുന്ന യുവമാരൊക്കെ തന്നെ പത്തിമടക്കും. സ്വതവേ ഞാൻ ഒരു കാര്യം പറയാലോ, ഇവർ സ്വതമേ ഭയമുള്ളവരാണ്. ഇവർ ഭയമുള്ളവരായതുകൊണ്ട് നമ്മെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവർ ഭയമുള്ളവരാണ്. ഇവരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നാം നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നാൽ ഒരു കാരണവശാലും ഇവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തൊടുവാനോ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ അനുഭവമാണ്, ഒരു യാഥാർത്ഥ്യം കൂടെയാണ്. ഒരു 2 വാക്യം കൂടി ഞാൻ വായിച്ചിട്ട് നിർത്താം. ഇവിടെ ഈ ഇസ്ലാമിലേക്ക് പോകുന്ന പെൺകുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് പെട്ടെന്ന് പോകുന്നവര്, അവരെ കുറിച്ച് നമുക്ക് ഇവിടെ ദേവദാസന്മാരൊക്കെ സംസാരിച്ചിരുന്നു. അവര് കൃഷിയിടമാണെന്നും അവര് തല്ലുകൊള്ളാൻ വിധിക്കപ്പെട്ടവരാണെന്നും അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ബൈബിളിന്റെ ഒരൊറ്റ കാര്യങ്ങൾ മാത്രം, ഒറ്റ ഒരു വാക്യം എടുക്കാം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 21 വാക്യം പറയുന്നത്, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവിൻ. അതായത് ഭാര്യയും ഭർത്താവും അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാനാണ് കർത്താവ് പറയുന്നത്. ഇസ്ലാമിനകത്ത് ചെന്നാൽ ഭർത്താവിന്റെ അടിമയാണ്, കൃഷിസ്ഥലമാണ് ഭാര്യയെങ്കിൽ, ഇവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും കീഴ്പ്പെട്ടിരിക്കുവാൻ തുല്യത കൊടുക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ്. എഫേസ്യർ 5:25 ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. എഫേസ്യർ 5:28 ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എഫേസ്യർ 5:33 എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇവിടെ എല്ലാം പറഞ്ഞു വരുന്നതിന്റെ സാരം എന്നറിയോ? ഇസ്ലാമിലേക്ക് പോകാൻ നിൽക്കുന്ന, ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഭർത്താവിനോട് തുല്യതയാണ് വിശുദ്ധ ബൈബിൾ വിഭാവനം ചെയ്യുന്നത്. അത്രമാത്രം ഒരു തുല്യത, അത്രമാത്രം സ്നേഹം, അത്രമാത്രം പദവി ഉണ്ടാകുമ്പോൾ കൃഷിസ്ഥലമാകാൻ, അടിമയാകാൻ, തല്ലുകൊള്ളാൻ, 4 ഭാര്യമാരിൽ ഒരുവളായി ജീവിതകാലം മുഴുവൻ കരയുവാൻ വിധിക്കപ്പെട്ടവളായി എന്തിന് നിങ്ങൾ പോകുന്നു എന്ന് ആലോചിക്കുക, വിചിന്തനം ചെയ്യുക. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ മാരക വിഷത്തെ നമ്മുടെ കേരള സമൂഹം തിരിച്ചറിയുക, അതിൽ നിന്നും അകറ്റി നിർത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഈ റെജി ഉത്തരാഖണ്ഡൊക്കെ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനെതിരെയൊക്കെ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് പൊതുജന മധ്യ അവതരിപ്പിക്കുന്നത് നമ്മുടെ കാസയാണ്. കാസയുടെ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, ഫേസ്ബുക്കിൽ കാസയുടെ വിവിധ ജില്ലകളിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മ, ഇതെല്ലാം കൃത്യമായിട്ട് അവർ പഠിച്ച് കൃത്യമായിട്ട് എഴുതുന്നതിനാൽ ഇവർക്ക് ഈ ഇസ്ലാമിനോട് മനസ്സിലാക്കപ്പെട്ട റെജി ഉത്തരാഖണ്ഡിനും അലൻ ജോസഫിനും ഏറ്റവും അധികം അവർക്ക് വെറുപ്പുള്ള ഒരു സംഘടന എന്ന് പറയുന്നത് കാസയാണ്. കാസ വർഗീയ വിഷം വമ്പിപ്പിക്കുന്നു. കാസ തീവ്രവാദ സംഘടനയാണ്. എന്താണ് കാസ ചെയ്ത തീവ്രവാദം? എന്താണ് കാസ ചെയ്ത വർഗീയ വിഷം? ഇതും ഈ റെജി ഉത്തരാഖണ്ഡും അലൻ ജോസഫും ഒക്കെ ഉണ്ടെങ്കിൽ, ജിഹാദി ലോറൻസ് ഉണ്ടെങ്കിലും മറുപടി പറയണം. ഞാൻ എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കുക, നമ്മളുടെ സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നസ്രേം ബ്രദറെ, നമ്മുടെ കെവിൻ ബ്രദർ വന്നിട്ടുണ്ട്. അതെ ഞാൻ കണ്ടു കെവിൻ ബ്രദറെ. പ്രൈസ് ലോർഡ്. ഗുഡ് ഈവനിങ്. ഞാൻ കെവിൻ ബ്രദറിലേക്ക് വരുന്നതിന് മുൻപേ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പല ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സഹോദരന്മാരെ പഠിപ്പിക്കേണ്ടത് ഖുറാനിലുള്ള അള്ളാഹു 3 പെൺമക്കളുടെ ബാപ്പയാണ്. ഖുറാൻ 53-19, 20, 21 വാക്യങ്ങൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ചോദിച്ചു വരുമ്പോൾ നിങ്ങളുടെ ദൈവം 3 ആണോ 1 ആണോ എന്ന് ചോദിച്ചു വരുമ്പോൾ തിരിച്ചു ചോദിക്കാനുള്ള ആയത്താണ് ഖുറാൻ 53-19, 20, 21 നിങ്ങളുടെ അള്ളാഹു 3 പെൺമക്കളുടെ ബാപ്പയാണ് എന്നുള്ളത്. അതിൻ്റെ റെഫറൻസുകളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം കെവിൻ ബ്രദറെ, ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ വെച്ചിരിക്കുന്നത് ലവ് ജിഹാദ് ഇല്ല,
ലവ് ജിഹാദ് എന്ന ഒരു ടേം ആരും ഇതുവരെ NIA പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ചില നാമധേയ ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇസ്ലാമിന് കുടപിടിക്കുന്ന ചിലർ നമ്മുടെ റൂമുകളിൽ ക്ലബ് ഹൗസിലൊക്കെ ഉണ്ടല്ലോ. അപ്പം കെവിൻ ബ്രദറിൻ്റെ ഒരു അനുഭവത്തിൽ കാസയുടെ ഇതുവരെയുള്ള പ്രവർത്തനത്തിലൂടെ യുനോ എത്ര പേരെ ഇങ്ങനത്തെ അനുഭവത്തിൽപ്പെട്ട എത്ര പേരെ കെവിൻ ബ്രദറിന് അറിയാം, അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യണേ പ്ലീസ്. ഓക്കെ, ഈ റജി ഉത്തരാഖണ്ഡ് ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ക്ലബ് ഹൗസിൽ അധികം കയറിയിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് ബ്രദറെ, ക്ലിയർ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ലവ് ജിഹാദിനെ കുറിച്ച് സാധാരണ സംസാരിക്കാവുന്നതിൽ നിന്ന് വിട്ടിട്ട്, കാര്യം ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്, RSSന്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ആളാണ്, BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, ക്രിസ്ത്യാനികളെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, സംഘികൾക്ക് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, പിന്നെ ഇസ്രായേലിലെ ചാരനാണ്, മൊസാദിന്റെ ഏജന്റാണ്. ഇങ്ങനെ ഒത്തിരി ചാപ്പുകൾ എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇന്നൊരു കഥ പറയാം. അതായത് എന്തുകൊണ്ട് കാസ, പ്രത്യേകിച്ച് ഞാൻ നേതൃത്വം നൽകുന്ന കാസ എന്തുകൊണ്ട് ലവ് ജിഹാദിനെ ഇത്രയും നഖശിഖാന്തം എതിർക്കുന്നു, ഈ സുഡാപ്പികളെ എതിർക്കുന്നു എന്നുള്ളതിന് കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ പോലും എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ള എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനൊരു വാഹനാപകടത്തിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നേരിട്ട് കയറി ഒരു വെട്ടി കൊല്ലുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ വാഹനാപകടത്തിലായിരിക്കാം കൊല്ലപ്പെടുക ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് നിമിഷവും അത് മരണം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കാര്യം ഇവർ ഭീരുക്കളാണ്, ഇവർ നേരെ ഒരിക്കലും ചെയ്യില്ല, ചതിയാണ് ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാനൊരു കഥ ഇന്ന് പറയാം. അതായത് കഥ, ഒരു സാധാരണ സിറോ മലബാർ കുടുംബം, അച്ഛനും അമ്മയും ഒരു മോളും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഒരു മോള് മാത്രമായെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റ് നാം രണ്ട് നമുക്ക് രണ്ട് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് നാം ഒന്ന് നമുക്ക് പറഞ്ഞു. നമ്മളതൊക്കെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അതൊക്കെ അനുസരിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ജനസംഖ്യ ഇന്ന് ഇങ്ങനെയായത്. അപ്പോൾ ഈ കുടുംബത്തിലും അങ്ങനെ അനുസരിച്ചു. അതിലേക്കാളുപരിയായിട്ട് തൻ്റെ ആ അച്ഛനും അമ്മയുടെയും സ്നേഹം ആ ഒരു മകൾക്ക് മതി, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത്, അവരുടെ എല്ലാം, ആ കെയറിങ് എല്ലാം ഒരു മകൾക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഡ്ഢിയായ പിതാവ് സ്വന്തം ഭാര്യയെ പ്രസവം നിർത്തിച്ചു. അതായത് ഒരു മകൾ മാത്രമേ അവർക്കുള്ളൂ. അവരുടെ എല്ലാം എന്ന് പറയുന്നത് ആ മകളായിരുന്നു. അങ്ങനെ ആ പിതാവിന് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമോ ഒന്നുമില്ല. അയാൾ ജീവിതത്തിൽ വോട്ട് പോലും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തോടും ഇതില്ല. തികഞ്ഞ മതേതരനായിരുന്നു. എല്ലാവരുമായിട്ട് ഒക്കെ സൗഹൃദത്തിലായിരുന്നു. അയാൾക്കൊരു ജ്യേഷ്ഠനാണ് ഉണ്ടായിരുന്നത്. അയാൾ ആണെങ്കിലും ഇതുപോലെ തന്നെ ആയിരുന്നു. ഈ അയാളുടെ വീടിന് ചുറ്റും വാടും കൂടുതലാണ് ഉണ്ടായിരുന്നത് മുസ്ലിം സഹോദരങ്ങളായിരുന്നു. അവർക്കൊക്കെ സഹായങ്ങളും ഒത്തിരിയൊക്കെ ചെയ്തു. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ആൾ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വാരിക്കോരിയൊക്കെ ഇതൊക്കെ പിരിവൊക്കെ കൊടുക്കുന്ന ഒരാൾ. അതിലുപരി ഇയാൾ പഴയ പള്ളിയിലെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഇയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ എല്ലാ സംഘടനകളിലും പ്രാർത്ഥനാ സമൂഹങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ കുട്ടി അതുപോലെ തന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് പറയാൻ കാരണം, ഈ പിതാവ് അവൾ പഠിച്ച സ്കൂളിലെ 9 വർഷം PTA പ്രസിഡന്റും 1 വർഷം വൈസ് പ്രസിഡന്റുമായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ പിതാവിന് ഈ മകളുടെ കഴിവ് എന്താണെന്നുള്ളത് ആ പിതാവിന് അറിയാമായിരുന്നു. അങ്ങനെ ഇവരുടെ എല്ലാം സ്നേഹവും ഈ പിതാവ് അവരുടെ ജോലി കഴിഞ്ഞ് വന്നാൽ അവന്റെ വീടിനുള്ളിൽ, അവന്റെ മതക്കെട്ടിനുള്ളിൽ ഉള്ള ജീവിതം, അത് കഴിഞ്ഞാൽ അവന്റെ സ്വകാര്യ ഹോബികൾ, പള്ളി, പ്രാർത്ഥന, ഇത് മാത്രം. മറ്റൊരാളുമായിട്ട് ഒരു അയൽപക്കത്തോ ഒരു വീടിന്റെ റോഡ് സൈഡിലോ പോയി ഇന്ന് സംസാരിക്കുകയോ അങ്ങനെ മറ്റാളെങ്കിലും കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. യോഗനാഥത്തിലൂടെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോഴും, കാഞ്ഞിരപ്പള്ളി പിതാവ് ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ വേറെ പണിയൊന്നും ഇല്ല എന്നൊരു ചിന്തിച്ചിരുന്ന വ്യക്തി, അത്തരത്തിലുള്ള വ്യക്തിയായിരുന്നു ആ ഒരു പിതാവ്. അങ്ങനെ പെട്ടെന്നൊരു നാൾ 18 വയസ്സ് 3 മാസം ഈ പെൺകുട്ടിയെ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിച്ചുകൊണ്ട് ചേർത്തു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പെൺകുട്ടി അപ്രത്യക്ഷമായി. അങ്ങനെ അപ്രത്യക്ഷമായി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് പോയി. അവർ വളരെ ഊർജിതമായിട്ട് അന്വേഷിച്ചു. അങ്ങനെ ഉള്ള സ്ഥലം അവർ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു മുസ്ലിം പയ്യന്റെ ഒപ്പമാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ ബോധരഹിതയായി, വല്ലാത്ത അവസ്ഥയിലായി. സ്റ്റേഷനിലേക്കൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയിലായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിതാവ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് സ്റ്റേഷനിൽ നല്ല ഒരു ജനസഞ്ചയമുണ്ട്. അതായത് ഈ ആൺകുട്ടിയുടെ ഭാഗത്തുനിന്ന്, ഈ മുസ്ലിം പയ്യന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നവരാണ് സ്റ്റേഷൻ നിറയെ. ഈ പിതാവിനൊപ്പം അന്ന് മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകന് വിദേശത്തായിരുന്നു. അവൻ കാനഡയിൽ ജോലിയായിരുന്നു. അത് നാട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഈ പിതാവിനൊപ്പം ജ്യേഷ്ഠന്റെ മകനായ യുവാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പെൺകുട്ടിയുടെ പിതാവും ആ
ജ്യേഷ്ഠന്റെ മകനായിട്ടുള്ള യുവാവും മാത്രം സ്റ്റേഷനിൽ. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റേഷനകത്ത് 100-300 പേരുണ്ട്, പുറത്ത് അതിലേറെ ആൾക്കാർ, വാഹനങ്ങൾ, ഇനോവ ഒക്കെ. ഈ പയ്യൻ എന്ന് പറയുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു മീൻ വണ്ടി സൈക്കിളിന്റെ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുന്ന ഒരാളുടെ മകൻ. മുൻപ് കഞ്ചാവ് കച്ചവടമായിരുന്നു അയാളുടെ തൊഴിൽ. ഇവൻ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തി. ബ്രദർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കൊരു കോൾ വന്നു. ഞാൻ എവിടം വരെ പറഞ്ഞത്? ഓക്കെ. ഡിഗ്രി. ആള് ഡിഗ്രി ആയിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇവൻ 9ാം ക്ലാസ് തോറ്റ് നിർത്തിയതാണ്. പിന്നെ ഇവന് ഒരു തിരുവനന്തപുരത്തെ പിസ്സ ഹട്ടിലെ ജോലിക്കാരൻ, മാനേജരായിരുന്നു എന്നാണ് അതിനകത്ത് ആ പെൺകുട്ടിയോട് ഇവൻ പറഞ്ഞിരുന്നത്. സത്യത്തിൽ അവിടെ ആ പിസ്സ ഹട്ടിലെ വെയിറ്റർ ആയിരുന്നു ഇവൻ. വെയിറ്റർ ജോലി അതായിരുന്നു ഇവന്റെ തൊഴിൽ. അപ്പൊ ഇവന് വേണ്ടിയാണ് ഇനോവകളും SDPI പോലുള്ള PDP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ ഈ വ്യക്തി, ഈ പിതാവ് സ്നേഹിച്ച അല്ലെങ്കിൽ ബഹുമാനത്തോടെയൊക്കെ കണ്ടിരുന്ന അയാളുടെ വീടിനടുത്തുള്ള പള്ളിയിലെ പള്ളി കമ്മിറ്റിക്കാർ, ഉസ്താദുമാര്, അയാളുടെ ഈ വ്യക്തിയുടെ ഇവളുടെ വ്യക്തിയുടെയും ഇയാളുടെ ചേട്ടന്റെയും സഹായം സ്വീകരിച്ചിട്ടുള്ള, സ്വന്തം സമുദായക്കാരെക്കാൾ ഏറെ സ്വീകരിച്ചിട്ടുള്ള അന്യ സമുദായക്കാർ, ഈ മുസ്ലിം സമുദായക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാര്, പിന്നെ ചില നാമധാരികളായിട്ടുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ആൾക്കാർ ഒക്കെ സ്റ്റേഷൻ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ പോലീസുകാർ ഒരു ബുദ്ധിപൂർവ്വം അവർക്ക് ഇവൻ ഫ്രോഡാണെന്നും ഇവൻ ഈ പെൺകുട്ടിയെ വലയിലാക്കിയതാണെന്നും ഇവന്റെ ഒപ്പം പോയാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം തകരുമെന്നും മനസ്സിലാക്കിയത് കൊണ്ട് പോലീസുകാർ വളരെ വിദഗ്ധമായി ഈ പെൺകുട്ടിയെയും ഇവനെയും തമ്മിൽ കാണിക്കാതെ ഈ പെൺകുട്ടിയെ മാത്രം അകത്തേക്ക് നിർത്തുകയും ഇവനെ പുറത്ത് നിർത്തുകയും ചെയ്തു. അത് ഏകദേശം 6.5 മണിക്കൂറോളം ആ സ്റ്റേഷനിൽ അങ്ങനെ നിർത്താനുള്ള ഒരു അവസരം ആ പോലീസുകാർക്ക് ലഭിച്ചു. കാരണം ജഡ്ജിയുടെ വീട്ടിലായിരുന്നു ഹാജരാക്കേണ്ടിയിരുന്നത്. അന്ന് കോടതി അവധി ദിവസമായിരുന്നുണ്ട്. ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കേണ്ടിയിരുന്നു. അതൊരു വനിതാ ജഡ്ജിയാണ്. അവർ പുറത്ത് എവിടെയോ പോയിരുന്നത് കൊണ്ട് ജഡ്ജി വരുന്നത് വരെ കാത്തു നിർത്തിയിരിക്കുകയാണ് സ്റ്റേഷനിൽ. ഈ 6.5 മണിക്കൂർ സമയം ഈ പെൺകുട്ടിയെ പാറാവ് നിന്ന്, അതായത് നമ്മളെ തോക്കൊക്കെ പിടിച്ച് സെൻട്രി ആയിട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരനുണ്ടല്ലോ, അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും ഉപദേശിച്ചു, ഈ പെൺകുട്ടിയെ ഉപദേശിച്ചു. അതിനുശേഷം ഈ പിതാവ് വന്നു, പിതാവ് ഉപദേശിച്ചു, കരഞ്ഞു, കാല് പിടിച്ചു, പല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും മാറി മാറി പറയുമ്പോഴും ഇവളെല്ലാം മോളി കേൾക്കുന്നുണ്ട്, ഒന്നും മറുപടി പറയുന്നില്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ അടർന്നടർന്ന് വീഴുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ പിതാവും ഈ ജ്യേഷ്ഠന്റെ സഹോദരനും ഏകദേശം രാത്രി 8 മണിവരെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നു. അതിനിടയ്ക്ക് അവർക്ക് വേണ്ടി പലരും വരുന്നുണ്ട്, പല രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ട്, കൗൺസിലർമാർ വരുന്നുണ്ട്, ഈ SDPI പോലുള്ള സംഘടനകളുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷം. ഈ മനുഷ്യനെ സഹായിക്കാൻ ഒരാളുമില്ല. അയാള് അംഗമായിരുന്ന ക്രിസ്ത്യൻ യുവജന സംഘടനയിലെ ഒരുത്തനെയും ആ ഭാഗത്ത് കണ്ടില്ല. അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഉണ്ടായിരുന്ന വികാരി അച്ഛനും സഭവികാരിയുമൊക്കെ അറിഞ്ഞു. പക്ഷെ അവർ പ്രാർത്ഥിക്കാം, എന്താ ചെയ്യാന്ന് പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു വളർത്തുദോഷത്തിന്റെ ആണെന്ന് പറഞ്ഞു. ചില ക്രിസ്ത്യാനികൾ ആ പിതാവിന് ഉണ്ടായ സംഭവം അറിഞ്ഞപ്പോൾ തൻ്റെ മക്കൾക്കല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് അവരങ്ങനെ ഇരുന്നു. ഒരാളും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഈ പിതാവിനെ ഒന്ന് സഹായിക്കാനോ അയാൾക്ക് വേണ്ടിയിട്ട് ആ സ്റ്റേഷനിലേക്ക് വരാനോ കാണിച്ചില്ല. ഈ സ്റ്റേഷനിൽ നിന്ന് ആ മണിക്കൂറുകൾ അയാൾ മനസ്സിലാക്കി ലവ് ജിഹാദ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ SDPI, PDP, NDF അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ട്. അതിനുവേണ്ടി ഫണ്ടിങ് നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹാജരാകുന്ന വക്കീൽമാരെ അയാൾക്ക് മനസ്സിലായി. രാഷ്ട്രീയക്കാർ, അതായത് നമ്മൾ വോട്ടും നമ്മൾ പിരിവും കൊടുത്ത് ജയിപ്പിച്ചു വിടുന്ന ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ഹിന്ദു നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ആ പ്രദേശത്ത് അന്ന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ലീഗൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ കേരള കോൺഗ്രസ് ഒന്നും അത്ര വേണ്ട ശക്തമായിരുന്നില്ല. അപ്പോൾ ഇവൾ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീതിക്കൊപ്പം നിൽക്കില്ല, വോട്ട് ബാങ്കിനൊപ്പം നിൽക്കുമെന്ന് ആ പിതാവ് അവിടെ മനസ്സിലാക്കി. ഒപ്പം ഇതിനകത്ത് തീവ്രവാദ സംഘടനകൾക്കുള്ള പങ്കും മനസ്സിലാക്കി. അതോടൊപ്പം പോലീസുകാരുടെ നിസ്സഹായാവസ്ഥയും ഒക്കെ അയാൾ മനസ്സിലാക്കി. തൻ്റെ അയൽക്കാരും തൻ്റെ ഇടവകയിലെ പള്ളിക്കാരും തൻ്റെ അവിടുത്തെ ക്രിസ്ത്യൻ യുവജന സംഘടനകളും അല്ലെങ്കിൽ അയാൾ അംഗമായിരുന്ന അല്ലെ അയാൾ വളർത്തിക്കൊണ്ടുവന്ന സംഘടനകളും ഒക്കെ അല്ലെ അയാളുടെ ബന്ധുക്കളും ഒക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്നും അവിടെ ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു, അവിടുത്തെ കന്യാസ്ത്രീമാർ പോലും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നില്ല എന്നുള്ളത് എല്ലാ ഈ മണിക്കൂറുകൾ കൊണ്ട് ഇയാൾ മനസ്സിലാക്കുകയാണ്.
ഒരു ഒറ്റപ്പെടൽ, അയാൾക്ക് സഹായിക്കാൻ അയാളുടെ ജ്യേഷ്ഠന്റെ മകൻ മാത്രം. അപ്പോൾ അയാൾ ആ ഒരു സമയത്ത് ആ ഒരു പിതാവ് ഒരു വേള ആഗ്രഹിച്ചു, RSS പോലൊരു പ്രസ്ഥാനം ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായിരുന്നു. ഈ വെട്ടാനും കുത്താനും ഒന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പകരത്തിന് പകരം, ചോരയ്ക്ക് ചോര, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അതല്ല. എന്നാലും ഒരു സഹായത്തിന് വിളിച്ചിരുന്നെങ്കിൽ ഓടി വരാൻ ഒരു സംഘടന ഉണ്ടാവണം എന്ന് ആ പിതാവ് ചിന്തിച്ചു ആ സമയത്ത്. അതിനിടയിലും അങ്ങനെ ഏകദേശം, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ അല്പം സമയം എടുക്കുകയാണ്. അങ്ങനെ അങ്ങനെ ഏകദേശം 8 മണിയായപ്പോൾ ജഡ്ജി വന്നു എന്ന് അറിഞ്ഞു. അങ്ങനെ ഒരു അപ്പോൾ ശരിക്കും 5:30 ഡ്യൂട്ടി തീർന്ന പോലീസുകാർ പോലും പോകാതെ അവിടെ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. കാര്യം ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഡ്യൂട്ടി കഴിഞ്ഞ പോലീസുകാർ പോലും പോയിട്ടില്ല. അതിനിടയിൽ ചില പോലീസുകാർ ഇവന്റെ വീട്, ഇവൻ താമസിക്കുന്ന ഒരു ലൈൻ കെട്ടിടത്തിലെ വീട്, അപ്പോൾ ഈ പെൺകുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതും ഫോട്ടോയൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്നതും വേറൊരു വീടാണ്, വേറൊരു നല്ല സെറ്റപ്പിലുള്ള വാർത്ത വീടാണ്. പക്ഷെ യഥാർത്ഥ വീട് എന്താണെന്നും അതിനെ ഉള്ള കോമൺ ആയിട്ടുള്ള കക്കൂസ്, ആ കക്കൂസിന്റെ അവസ്ഥ എന്താണെന്നും ഈ പോലീസുകാർ